അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഇമാമുൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവനിഷ്ടപ്പെട്ടവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലും യഖ്ലത്തിലും കാണാനും കാണുമ്പോൾ ആ മുത്തിൽ നിന്നൊരു മുത്തം കിട്ടാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട നേതൃത്വങ്ങൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മളിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുമിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്ത് വയ്ക്കുമ്പോഴാണ് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധ്യമാകാം. കഥകളിലും ചരിത്രങ്ങളിലും ആ പൊന്നിനെ സ്നേഹിച്ച് കണ്ട് സ്വർഗം ലഭിച്ച ഒട്ടനവധി മഹാത്മാക്കളുടെ കഥകൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല വിട്ടിട്ടുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നാണ്. ആ നൂറിൽ നിന്നാണ് എല്ലാ പ്രവാചകന്മാരെയും പടച്ചവൻ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് ഇരുളുകളുണ്ടെങ്കിലും ആ ഇരുളുകളെ മാറ്റി വെളിച്ചമാക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെരുമാറ്റത്തിലൂടെ നമ്മൾ കണ്ടത്. നമ്മളൊക്കെ എന്തായാലും ഇവിടുത്തെ ഈ വണ്ടി 10 മിനിറ്റ് നേരത്തെയാണ് ഷെഡ്യൂൾ അനുസരിച്ച് ഓടുന്നത്. 11:45 തുടങ്ങേണ്ടത് 11:35 തുടങ്ങിയിട്ടുണ്ട്. തങ്ങൾക്കും എനിക്കും വരേണ്ട വണ്ടികളാണ് ലേറ്റായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്? നമുക്കൊരു ലക്ഷ്യം വേണ്ടേ ഇരിക്കുന്നതിന്? എന്താണ് ലക്ഷ്യം? ഒരു ലക്ഷ്യമില്ലേ? ഈ ശനിയാഴ്ച നിങ്ങളെ ഡ്യൂട്ടിക്ക് പോകായിരുന്നെങ്കിൽ, പണിയില്ലാത്തവരൊക്കെ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങായിരുന്നെങ്കിൽ അതൊരു ലക്ഷ്യമായിരുന്നു. ആരോഗ്യത്തിനും സമ്പാദ്യത്തിനും. ഒന്നുമില്ല. എങ്ങനെ? നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. ഒറ്റ ലക്ഷ്യം നമുക്കുണ്ടാകാൻ പാടുള്ളൂ. അത് അള്ളാഹുവിൻ്റെ റസൂലിനെ നമുക്കൊന്ന് കാണണം. ഈ ഇരുത്തം അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അതിലൊറ്റ നെയ്യത്തിലാകണം നമ്മളൊക്കെ ഇവിടെ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ റസൂലിൻ്റെ സുന്നത്തുകളും ഭക്ഷണ രീതികളും മര്യാദകളും ഒക്കെ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധ്യമാക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ സ്വഭാവ ഗുണങ്ങളുടെയും പൂർത്തീകരണമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുതന്നെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെ നിയോഗിച്ചതിലുള്ള ലക്ഷ്യവുമായിട്ട് കാണുന്നത്. മാനവികമെന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പൂർത്തീകരണമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയുടെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൃപയോടുകൂടി, സ്നേഹത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി എല്ലാവരോടും ഇടപെടുക എന്നതായിരുന്നു മുത്ത് റസൂലിൻ്റെ സ്വഭാവത്തിൽ
നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംവദിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. വ ഇൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ ജനത എത്ര മോശമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വളരെ മോശമായൊരു ജനതയെ, ലോകം മുഴുക്കയും സംസ്കാരശൂന്യർ എന്ന് വിളിച്ചിരുന്ന ഒരു ജനതയെ മുത്തറസൂലിൻ്റെ പെരുമാറ്റത്തിലൂടെ, സ്വഭാവത്തിലൂടെ ലോകം ആദരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് എത്തിക്കാൻ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധ്യമായി എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞത്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലിമൻ റഹീമ വ മുഅദ്ദിബൻ റഫീഖ വ മുറബ്ബിയൻ ഹലീമ. മുത്തറസൂലിന് അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യവാനായ അധ്യാപകനായിരുന്നു, കൃപാലുവായ മാതൃക പുരുഷനായിരുന്നു, സഹിഷ്ണുതയുള്ള മുറബ്ബിയായിരുന്നു എന്നാണ് ഹബീബ് റസൂലുള്ളാഹിയെ ലോകത്തിന് പരിചയപ്പെടുത്തി തരുന്നത്. ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും റസൂലും മിൻ അൻഫുസിക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിക വചനത്തിൽ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂലിനെ പറയുന്നത് തൻ്റെ കൂടെയുള്ളവർക്കൊരു വേദന വന്നാൽ അത് സഹിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയുമായിരുന്നില്ലെന്നാണ്. ഒരു പെരുന്നാൾ ദിനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ വെച്ച് സഹാബാക്കളോട് പറഞ്ഞു, സഹാബ, ഇന്ന് പുതുവസ്ത്രം അണിയണം, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, നിങ്ങൾ നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യണം, നിങ്ങളുടെ മക്കൾക്ക്, ഇണകൾക്ക് സന്തോഷവും ആനന്ദവും നിങ്ങൾ പകർന്നു നൽകണം. ഇത് പറഞ്ഞ റസൂലിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് ഫാത്തിമ മോളുടെ വീട്ടിലേക്ക് പോകാണ്. എന്തിനാണ്? പള്ളിയിലേക്ക് പോകുന്ന റസൂലിൻ്റെ 2 പേരക്കുട്ടികളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വീട്ടിലേക്ക് പോകാണ്. ഫാത്തിമ മോളുടെ വീട്ടിൽ പെരുന്നാൾ ദിനത്തിൽ അതിരാവിലെ വരുന്ന പ്രിയ പിതാവിനെ സ്നേഹത്തോടെ സ്വീകരിച്ച് ആ ചെറുമക്കളെ പുതുവസ്ത്രങ്ങളില്ലാതെ റസൂലിൻ്റെ കൈകളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ആ സമയത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്ന റസൂലിൻ്റെ പ്രിയപ്പെട്ട ആ ചെറുമക്കൾ, റസൂലിൻ്റെ ശരീരത്തിൽ ഓടിക്കളിക്കുന്ന ആ ചെറുമക്കൾ, പ്രിയപ്പെട്ട റസൂലിനന്ന് വിളിച്ചത് വെല്ലിപ്പ എന്നായിരുന്നു. റസൂൽ എന്നല്ല അവർ അഭിസംബോധന ചെയ്തത്, വെല്ലിപ്പ. വെല്ലിപ്പ ഇന്നലെ പ്രസംഗിച്ചത്, ഉപദേശം നൽകിയത് എല്ലാവരും പുതുവസ്ത്രം ധരിക്കണമെന്നല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ വസ്ത്രമില്ലല്ലോ വെല്ലിപ്പ? എല്ലാവരും നല്ല വാഹനങ്ങളിൽ അവർ പോകാണ് പള്ളിയിലേക്ക്, ഞങ്ങൾക്ക് നല്ല വാഹനമില്ലല്ലോ, ഞങ്ങൾക്ക് നല്ല ഒട്ടകം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അതിനേക്കാൾ മികച്ച വാഹനം എൻ്റെ ചെറുമക്കൾക്കുണ്ട്. ആ 2 മക്കളെയും തോളിലേറ്റി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ തോളിലേറ്റി പോകുമ്പോൾ ആ മക്കൾ വീണ്ടും ചോദിക്കുകയാണ്, വെല്ലിപ്പ, അവരുടെയൊക്കെ വാഹനങ്ങൾക്ക് കടിഞ്ഞാണുണ്ട്, ഞങ്ങളുടെ വാഹനത്തിന് കടിഞ്ഞാണില്ലല്ലോ എന്ന്. നീളമുടിയുള്ള റസൂൽ തൻ്റെ മുടി 2 ഭാഗമാക്കിയിട്ട് ആ മക്കളോട് പറഞ്ഞു, ആര് പറഞ്ഞു കടിഞ്ഞാണില്ലെന്ന്? ഇതാ കടിഞ്ഞാൻ, മക്കൾ പിടിച്ചുകൊള്ളാൻ. അപ്പോൾ പറഞ്ഞു, വെല്ലിപ്പ, അവരുടെ മൃഗങ്ങൾ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ പറഞ്ഞു, നമ്മുടെ മൃഗത്തിനും ശബ്ദമുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായൊരു ശബ്ദമുണ്ടാക്കി. വീണ്ടും അവർ പറയാണ്, അവരുടെ മൃഗങ്ങൾ കുലുങ്ങിയാണ് അവരുടെ വാഹനം പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ കുലുങ്ങി അവർക്ക് വേണ്ടിയിട്ട് കുലുങ്ങി മദീനത്തെ പള്ളിയിലേക്ക് നടക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ വിഷമങ്ങളും മടക്കി വെച്ചിട്ട് ആ പെരുന്നാൾ സുദിനത്തിൻ്റെ രാവിലത്തെ സമയത്ത് മുത്തറസൂൽ ആരുടെ മുന്നിലും തൻ്റെ വിഷമത പറഞ്ഞില്ല. തൻ്റെ മക്കൾക്ക് ഭക്ഷണമില്ലാത്തത്, പുതുവസ്ത്രമില്ലാത്തത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വാഹനമായത്, ഇതൊന്നും മുത്തറസൂൽ പറയുന്നില്ല. അവിടെ നിന്ന് ആ മക്കളുമായി യാത്ര പോകുന്ന റസൂൽ തൻ്റെ എല്ലാ വിഷമതകളും എല്ലാം സഹിച്ച് റസൂൽ പോകാണ്. അപ്പോഴാണ് ഒരു കുഞ്ഞുമോൻ, ആരാരുമില്ലാത്ത കുഞ്ഞുമോൻ, ആ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞത്, നബിയെ, എനിക്ക് പുതുവസ്ത്രമില്ല, എനിക്ക് പിതാവില്ല, ആരാരും എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാനില്ല. ആ സമയത്ത്
റസൂലിൻ്റെ കണ്ണ് നിറഞ്ഞു. ആ നിമിഷം വരെ കരയാതിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിമിഷത്തിൽ തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകാൻ തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ട 2 പേരമക്കൾക്ക് വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ റസൂൽ കരഞ്ഞില്ല, അവർക്ക് വാഹനമില്ലാത്തതിൻ്റെ പേരിൽ കരഞ്ഞില്ല. പക്ഷേ അതേ സമയം ആരാരുമില്ലാത്ത തൻ്റെ ഉമ്മത്തിൽപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞുമോന് ആരുമില്ലെന്നും ഒന്നുമില്ലെന്നും അറിഞ്ഞപ്പോൾ ഹബീബ് റസൂലുള്ളാഹി കരഞ്ഞിട്ട് ആ 2 മക്കളെ താഴെ ഇറക്കി. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ തോളിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് ആ കുഞ്ഞുമോൻ്റെ കൈ പിടിച്ച് നേരെ നടക്കുകയാണ് ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. തിരിച്ച് നടന്നു ചെന്നിട്ട് ആ പൊന്നുമോനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോനെ, നിൻ്റെ പിതാവായി മുഹമ്മദ് റസൂലുള്ളാഹി വരുന്നതും നിൻ്റെ മാതാവായി ആയിഷത്തു സിദ്ദീഖ വരുന്നതും നിനക്കിഷ്ടമല്ലോ എന്ന്. ആ കുഞ്ഞുമോൻ പറഞ്ഞ്, ഈ പെരുന്നാൾ സുദിനത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം ഈ സന്തോഷമാണ് എന്ന് പറഞ്ഞ് ആ പൊന്നുമോനെ കൂടെ ചേർത്ത മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ കൂടെ ആരാണോ ഉള്ളത് അവരെ കൂടെ ചേർത്ത് അണച്ചു പിടിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു സ്വഭാവം ഹബീബ് റസൂലുള്ളാഹി തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരാണ്. തന്നെ ആക്രമിച്ചവരോട്, തന്നെ കല്ലെറിഞ്ഞ് ചീത്ത വിളിച്ച് ഹബീബ് റസൂലുള്ളാഹി നടന്നു പോകുന്ന വഴികളിൽ റസൂലിൻ്റെ മേലേക്ക് ഓരോ ചപ്പ് ചവറുകൾ വലിച്ചെറിഞ്ഞ പെൺകുട്ടിയെ ദിവസങ്ങൾ കാണാതെ വരുമ്പോൾ അന്വേഷിച്ച് ആ ചെറുകുടിലേക്ക് കടന്നു ചെന്നിട്ട് ആ കുട്ടി രോഗബാധിതയായി കിടക്കുന്നു എന്ന് കണ്ട റസൂൽ ആ കുട്ടിയുടെ പായയുടെ അടുത്തിരുന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കുഞ്ഞോൾക്ക് സുഖല്ലേ, എന്തു പറ്റിയെന്ന്. ആ സമയത്ത് ആ ചെറിയ പെൺകുട്ടി കണ്ണീരോടുകൂടി തൻ്റെ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട പിതാവേ, ഞാൻ ഈ മുഹമ്മദ് റസൂലിൻ്റെ കൂടെ ചേരട്ടെ എന്ന്. എത്രയോ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു മുഹമ്മദ് റസൂലുള്ള. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ച അബൂലഹബിൻ്റെ മകൻ റസൂൽ ഈ ആദർശം പറഞ്ഞ സമയത്ത് ആ മോളെയും കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് റസൂലിൻ്റെ ശരീരത്തിലേക്ക് തള്ളിയിടുന്നുണ്ട്. വീഴാൻ പോയ മകൾ റസൂലിൻ്റെ നെഞ്ചകത്തിലേക്ക് പറ്റിച്ചേർന്നു നിന്നു. ഒരുപാട് മർദ്ദിച്ചു ആ പൊന്നുമോളെ. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദ് അങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഇനി നിങ്ങളെ കാണുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ മകളെ ഞാൻ ത്വലാക്ക് ചെല്ലാണ്, ഇനി എനിക്ക് ഇവളെ ഭാര്യയായിട്ട് വേണ്ട. ഇത് പറഞ്ഞിട്ട് റസൂലിൻ്റെ ശരീരത്തിലേക്ക് കാർക്കിച്ച് തുപ്പുകയാണ്. ഒരേ ഒരു മനുഷ്യൻ മാത്രമേ റസൂലിനെ കാർക്കിച്ച് തുപ്പിയിട്ടുള്ളൂ. ആ തുപ്പലും റസൂൽ കൈകൊണ്ട് തുടച്ചിട്ട് പ്രിയപ്പെട്ട മകളെ, ത്വലാക്ക് ചെല്ലിയ മകളെ തൻ്റെ കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് കണ്ണീരോടുകൂടി തിരിച്ചു നടന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. തിരിച്ചൊന്നും പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടില്ല. ആ മനുഷ്യൻ്റെ മുന്നിലും റസൂല് കാണിച്ച ആ സ്നേഹത്തിൻ്റെ സ്വഭാവം, അതാണ് മക്കാരിമുൽ അഖ്ലാഖ്, നല്ല സ്വഭാവമായിട്ട്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ അസ്കൽ, നാളെ മീസാനിൽ ഏറ്റവും ഭാരമുള്ളത് നല്ല സ്വഭാവത്തിനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം നല്ല സ്വഭാവം റസൂല് നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളൊക്കെ വിശുദ്ധമായ ദീനിൻ്റെ ദായികളാകേണ്ടവരാണ്. എല്ലാവരും, ഓരോ മനുഷ്യൻ്റെയും ജീവിതം കൊണ്ട് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. നമ്മളിൽ നിന്ന് ആ ദൗത്യം മാറണില്ല. അത് തലേക്കെട്ട് കിട്ടിയ ഉസ്താദിനോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കോ അല്ല. നമ്മളെല്ലാവരും വിശുദ്ധ ഇസ്ലാമിൻ്റെ ദഅവത്ത് നടത്തണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു വാപ്പയും ഉമ്മയും നടത്തേണ്ട ദഅവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മകൻ രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ റൂമിലേക്ക് വാപ്പയോ ഉമ്മയോ ചെല്ലണമെന്നാണ്. മകനോ മകളോ കിടന്നുറങ്ങിയാൽ എന്നിട്ട് അവരുടെ പുതപ്പ് മാറിക്കിടക്കുന്നുവെങ്കിൽ ആ പുതപ്പെടുത്തിട്ട് അവരെ പുതപ്പിക്കലാണ് ആ വീട്ടിൽ ഏറ്റവും വലിയ ദഅവത്തെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ കാലൊന്ന് നമ്മൾ നോക്കിക്കേ, ആ പറഞ്ഞൊരു വാക്കിന് എത്ര പ്രസക്തി ഉണ്ടെന്നല്ലേ. നമ്മളുറങ്ങിയാലും ചെറിയ വെട്ടത്തിൽ മൊബൈലുകളിൽ അഭിരമിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എത്ര സമയം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ വീട്ടിലെ ദഅവത്ത് വാപ്പയും ഉമ്മയും മക്കൾ ഉറങ്ങിയതിന് ശേഷമാണ് ഉറങ്ങേണ്ടത്. അത് മാത്രമല്ല, ആ റൂമിൽ ചെന്നിട്ട് മക്കളുടെ ഉറക്കം നോക്കണം. അവരുടെ വസ്ത്രം മാറിയെങ്കിൽ അത് നേരെ ഇട്ട് കൊടുക്കണം, പുതപ്പില്ലെങ്കിൽ പുതപ്പിച്ചു കൊടുക്കണം. ഇന്ന്
നമ്മൾ മക്കളോട് പറയാ TV ഓഫ് ചെയ്തിട്ട് കിടന്നോ മക്കളെ, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നോ മക്കളെ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു കാലത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ആ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്നിട്ട് പരിചയപ്പെടുത്തിയത് അവസാന വചനത്തിൽ പറഞ്ഞത് റഊഫും റഹീമുമാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട 2 വിശേഷണങ്ങൾ കൊണ്ട് റസൂലിനെ വിശേഷിപ്പിച്ച് പറയാണ് വല്ലാത്ത കൃപാലുവും അതീവ കാരുണ്യത്തിൻ്റെ കേദാരമായി നിൽക്കുന്നവരായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 സ്വഭാവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്, ഒന്ന്, വല്ലാത്ത കൃപാലുവായിരുന്നു റസൂലുള്ളാഹി. അതോടൊപ്പം അതീവ കാരുണ്യത്തിൻ്റെ കേദാരമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവർ, ചരിത്രങ്ങളിലേക്ക് ഒരുപാട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയോ? നമുക്ക് ഭാര്യയെ തന്നതല്ല, മക്കളെ തന്നതല്ല, വാപ്പാനും ഉമ്മാനും ഒന്നും കിട്ടിയതല്ല. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം ഹബീബ് റസൂലുള്ളാനെ നമുക്ക് നബിയായി കിട്ടി എന്നുള്ളതാണ്. അള്ളാഹു നമ്മളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഔദാര്യം, അള്ളാഹു നമ്മളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സ്നേഹം അതാണ്. ഈ പൊന്നിൻ്റെ ഉമ്മത്തിയാകാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹവും നമുക്ക് അള്ളാഹു നൽകിയിട്ടില്ല. നമ്മൾ കാണുന്ന ഈ ഭൗതികതയുടെ അതിപ്രസരങ്ങളിൽ അല്ലെങ്കിൽ ഭൗതികതയുടെ ഈ രസങ്ങളല്ല പടച്ചവൻ നൽകിയ നമ്മുടെ സന്തോഷം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും കാരുണ്യവും സ്നേഹവും കാണിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ ആഗ്രഹിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ റസൂൽ ആഗ്രഹിച്ചത് കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും മുഴുവൻ മനുഷ്യരും രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താമെന്നാണ്. എല്ലാ മനുഷ്യരും സ്വർഗത്തിലെത്തണമെന്ന് കൊതിച്ചവരായിരുന്നു ഹബീബ് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം അതേ രൂപങ്ങളിലേക്ക് മുത്ത് റസൂൽ കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ കുടുംബമാണ്. റസൂലിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഹംസ തങ്ങളെ വഹ്ശി ഉഹദിൽ വെച്ചിട്ട് ചാട്ടുളി കൊണ്ട് വധിക്കുന്നുണ്ട്. ആ വഹ്ശി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. മക്കം ഫതഹിന് റസൂലിൻ്റെ മുന്നിൽ വന്ന വഹ്ശിയോട് ഹബീബ് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, അന്ത വഹ്ശിയും, നീ വഹ്ശിയാണെന്ന്. അപ്പോൾ പറഞ്ഞു, കാലനാം, ഞാൻ വഹ്ശി തന്നെയാണെന്ന്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും ചോദിക്കുകയാണ്, കൈഫ ഖത്തൽത അമ്മി, എൻ്റെ കൊച്ചാപ്പയുണ്ടായിരുന്നല്ലോ ഹംസത്തുൽ കറാർ, അതിന് നീ എങ്ങനെയാണ് വധിച്ചതെന്ന്. ആ സമയത്ത് വഹ്ശി പറയുന്നുണ്ട്, നബിയെ, ഞാൻ 3 കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒന്ന് ഹംസത്തുൽ കറാർ തങ്ങളാണ്, രണ്ടാമത്തത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവാണ്, മൂന്നാമത്തത് റസൂൽ അങ്ങായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ എൻ്റെ ചാട്ടുളിയുമായി കാത്തിരിക്കുന്ന സമയത്ത് അങ്ങയെ വധിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ നോക്കിയത് അലീനെ നോക്കുമ്പോൾ രണാങ്കണത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് അലി ഓരോ പടവെട്ടുകളും വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അലീനെയും സമീപിക്കാൻ എനിക്ക് സാധ്യമായില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു എല്ലാം മതിമറന്നിട്ട് ഒരു ശ്രദ്ധയുമില്ലാതെ താൻ അടരാടിക്കൊണ്ടിരിക്കുന്ന രംഗം കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ ചാട്ടുളി പ്രയോഗിച്ചത്. നബിയെ, എനിക്ക് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. എനിക്ക് മാപ്പ് തരൂ, എനിക്ക് റസൂലിൻ്റെ കയ്യിലുള്ള ആദർശത്തെ എനിക്ക് തരൂ എന്ന് ചോദിച്ചിട്ട് വഹ്ശി വരുമ്പോൾ ആ വഹ്ശിക്കും പുറത്തു കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹ്. കാരണം നാളെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ വഹ്ശിയും എൻ്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന് കൊതിച്ചവരാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തായിഫ് നമുക്കറിയാം. തായിഫ് മനസ്സിരുത്തി കേൾക്കുന്നവരും വായിക്കുന്നവരും കണ്ണീരോടെയല്ലാതെ ആ ചരിത്രത്തെ സമീപിക്കാൻ സാധ്യമല്ല. തായിഫിൻ്റെ മണ്ണിൽ അഭയം തേടിച്ചെന്ന അല്ലാഹുവിൻ്റെ റസൂലിനെ കല്ലെറിഞ്ഞിട്ട്, പ്രാന്തനെന്ന് വിളിച്ചിട്ട് ചന്തപ്പിള്ളവർ കല്ലെറിഞ്ഞ് അവസാനം റസൂലിൻ്റെ കാലിൽ കല്ലുകൊണ്ട് മുറിവ് പറ്റിയിട്ട് വേർത്തൊലിച്ചിട്ട് ഹബീബ് റസൂലുള്ളാഹി വീണുപോയി. തൻ്റെ കണ്ടനാളത്തിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി വല്ലാതെ കിടന്ന് പിടക്കുന്നുണ്ട്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ നബി കല്ലേറ് കൊണ്ട് കാല് പൊട്ടിയിട്ടുണ്ട്, വല്ലാത്ത വേദന എടുക്കുന്നുണ്ട്, വയർത്തൊലിക്കുന്നുണ്ട്, ചന്തപ്പിള്ളേര് തള്ളി തള്ളി പുറത്താക്കുന്നുണ്ട്. അവിടെ നിന്ന് വീണിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടാതെ നീന്തിയിട്ട് ഒരു ഈത്തപ്പന മരത്തിൻ്റെ കീഴെ ചെന്നിട്ട് അവിടെ ചെന്ന് ചാരിയിരിക്കുകയാണ് ഹബീബ് റസൂലുള്ളാഹി. അതും ഒരു ശത്രുവിൻ്റെ തോട്ടത്തിൽ. ആ ശത്രുവിന് റസൂലിനെ ആ സമയത്ത് കണ്ടപ്പോഴ അനുകമ്പ വരെയാണ്. ആ റസൂലിനെ കണ്ട അനുകമ്പ വന്നിട്ട് തൻ്റെ തോട്ടത്തിൽ മുന്തിരി പറിച്ചൊരു പാത്രത്തിലാക്കി റസൂലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ഈ ഭൃത്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ തൻ്റെ മുന്നിൽ തനിക്ക് വിശപ്പുണ്ട്, വല്ലാത്ത ദാഹമുണ്ട്. ആ സമയത്ത് തൻ്റെ മുന്നിൽ കിട്ടിയത് ആർത്തിയോടെ കഴിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ചോദ്യമാണ്, മോനെ നിന്റെ പേരെന്താണ്? അദ്ദാസ് എന്നാണ്. ഏത് നാട്ടുകാരനാണ്? നീനവക്കാരനാണ്. ഉടനെ ചോദിച്ചു, യൂനുസ് ബിൻ മത്തൻ്റെ നാട്ടുകാരൻ. അപ്പം അദ്ദാസ് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം യൂനുസ് ബിൻ മത്തയെ? ഉടനെ മറുപടി പറഞ്ഞത്, അതെൻ്റെ സഹോദര പ്രവാചകനാണ്. അവിടെ നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദാസ് റളിയല്ലാഹു അൻഹു ആ തൻ്റെ കയ്യിലുള്ള ആദർശം കൊടുക്കാണ് തൻ്റെ സ്വഭാവം കൊണ്ട്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ചോദിച്ചത്, നബിയെ, ഈ ജനതയെ നശിപ്പിക്കട്ടെ? അള്ളാഹു എല്ലാം കണ്ടിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഒരാൾ ആക്രമിച്ചു, നമ്മുടെ കൂട്ടുകാർ വന്നിട്ട് നമ്മളോട് പറയാണ്, വാടാ നമുക്ക് തിരിച്ച് തല്ലാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പറയും, ഇപ്പം തന്നെ തല്ലണം, എൻ്റെ വില അവർക്ക് കാണിച്ചു കൊടുക്കണം, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മളതല്ലേ മറുപടി പറയൂ. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വന്ന് നിന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് തിരിച്ചടിക്കരുതെന്ന് മാത്രമല്ല, ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മുഹമ്മദ് റസൂലുള്ളാഹ്. അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ്, പടച്ചോനെ, നീ എന്നെ കാരുണ്യായിട്ടല്ലേ പറഞ്ഞു വിട്ടിട്ടുള്ളത്? കാരുണ്യായി പറഞ്ഞു വിട്ട ഞാനെങ്ങനെ ഇവരോട് ശത്രുത കാണിക്കുക? അവരിൽ ആരെങ്കിലും ഒരാൾ നന്നായി വന്നാൽ അതല്ലയോ എനിക്ക് സന്തോഷമെന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് ആദ്യം നന്നായിട്ട് ഇന്ത്യ രാജ്യത്തിലേക്ക് ദഅവത്തിന് വേണ്ടി വന്ന ഒരാളുണ്ട്, മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫി റളിയല്ലാഹു അൻഹു. സിന്ധു വഴി ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ട് ആ സ്വഹാബി ഇന്ത്യ രാജ്യത്ത് പ്രബോധനം നടത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, അത്രത്തോളം ആക്രമിച്ച് ക്രൂരത കാണിച്ചവരോടും നല്ല സ്വഭാവം കൊണ്ട് പെരുമാറുന്നു നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്ത് രസമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, അവരുടെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ, ഒരാളെപ്പോലും അതിന് പകരം ദ്രോഹിക്കാതെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല സ്വഭാവത്തെ നമുക്ക് കാണാൻ നമുക്ക് സാധ്യമാകും. അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ സിഹ്ർ ചെയ്യുന്നുണ്ട്. പാളയിലാണ് സിഹ്ർ ചെയ്തത്, കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ രണ്ട് മലക്കുകൾ റസൂലിൻ്റെ വലതും ഇടതും വന്ന് നിൽക്കുന്നുണ്ട്. അവർ നിന്നിട്ട് പറയുന്നുണ്ട്, ഇത് സിഹ്ർ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഒരു മലക്ക് ചോദിക്കുന്നുണ്ട്, ആരാണ് സിഹ്ർ ചെയ്തത്? ലബീദാണ് സിഹ്ർ ചെയ്തതെന്ന് മറ്റേ മലക്ക് മറുപടി പറയുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് സഹാബാക്കൾ വന്നപ്പോൾ ആരാണിത് ചെയ്തതെന്ന് സഹാബത്തിന് അറിയണമായിരുന്നു. പക്ഷേ മുത്ത് റസൂൽ അവരുടെ മുന്നിൽ ലബീദിൻ്റെ പേര് പറഞ്ഞില്ല. കാരണം ലബീദിൻ്റെ പേര് പറഞ്ഞാൽ എൻ്റെ സഹാബാക്കൾ അവരെ കൊന്നുകളയുമെന്ന് ഹബീബിനറിയാം. ഹബീബിനിഷ്ടം ഈ ലബീദും ഈ ആദർശം സ്വീകരിച്ച് നാളെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണമെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചത്. നമുക്കറിയാം ഉഹദിൻ്റെ രംഗം. ആരംഭത്തിൽ വിജയം കിട്ടി. സ്വഹാബത്ത് അനീമത്ത് സ്വത്ത് കൂട്ടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പേര് ജബൽ റുമാത്തിൽ നിന്നിറങ്ങി വന്നപ്പോൾ പുറകിലൂടെ ശത്രു സൈന്യം വന്നിട്ട് ക്രൂരമായി ആക്രമിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമല്ല. മക്കയിൽ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ ചെല്ലുമ്പോൾ ഖാലിദ് തങ്ങൾ അവിടെ നിന്നിട്ട് മാറി നിന്നു. റസൂലിൻ്റെ മുഖം കാണുന്നത് വെറുപ്പായതിൻ്റെ പേരിൽ കാണാൻ ഇഷ്ടമല്ല, റസൂലിനെ തീരെ ഇഷ്ടമല്ല, അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ ആ റസൂൽ തിരിച്ചു പോകുമ്പോൾ സഹോദരൻ വലീദിനോട് പറഞ്ഞു, ഖാലിദ് നല്ലവനാണ്, നല്ല മനസ്സുള്ളവനാണ്. വലീദ് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, നിന്നെക്കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇന്ന വചനമാണെന്നോ. ഇത് കേട്ടപ്പോൾ ഖാലിദിൻ്റെ മനസ്സ് മാറി. ഒരുപാട് കുഞ്ഞുമക്കൾ അനാഥരായിട്ടുണ്ട് ഖാലിദ് കാരണം.
ചെറിയ മക്കൾ, പിഞ്ചുമക്കൾ ഒരുപാട് അനാഥരായിട്ടുണ്ട്. ആ ഖാലിദ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് മുത്തു റസൂലിനെ കാണാൻ വേണ്ടി പുറപ്പെടാണ്. അറിയുന്നു റസൂൽ ഖാലിദ് വരുന്നുണ്ടെന്ന്. ആദ്യം റസൂൽ ചെയ്തത് എന്താണെന്നറിയോ? ഈ അനാഥരായ കുഞ്ഞുമക്കളെ വിളിച്ചു അടുത്തേക്ക്. ആ കുഞ്ഞുമക്കളടുത്തേക്ക് വിളിച്ചിട്ട് മദീനത്തെ പള്ളിയിൽ ആ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ പിതാക്കന്മാർ ഉഹദിൽ വെച്ച് കൊല ചെയ്തത് ഖാലിദാണ്. ആ ഖാലിദ് ദീൻ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എൻ്റെ മക്കൾ ഖാലിദിനോടൊരു വെറുപ്പ് കാണിക്കരുത്, മുഖം ചുളിക്കരുത്, സ്നേഹത്തോടുകൂടി ഖാലിദിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് തങ്ങൾ വന്നു, കുളിച്ചു, പുതുവസ്ത്രമണിഞ്ഞു, മുത്ത് റസൂലിൻ്റെ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവരാശ്ചര്യത്തോടുകൂടി തങ്ങളുടെ പിതാവിനെ കൊന്ന, തങ്ങൾക്കെല്ലാ വാത്സല്യവും തന്നിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയെ കൊന്നവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ മക്കൾ. പക്ഷേ അവരുടെ മുഖത്ത് പുഞ്ചിരിയും കാരുണ്യവുമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് അതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ആ മക്കളുടെ മുഖം നോക്കി നടന്ന് റസൂലിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അണച്ചു പിടിച്ചു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഒരുപാട് പേരെ ഞാൻ കൊന്നിട്ടുണ്ട്. ആ സമയത്ത് റസൂൽ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അത് ഏറ്റുചൊല്ലി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് തൻ്റെ ഉടവാളൂരി റസൂലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഈ വാൾ എനിക്ക് വേണ്ട, ഇത് ഞാൻ ഒരുപാട് സഹാബാക്കളെ കൊന്ന വാളാണ്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇനി ഇത് ദീനിനു വേണ്ടി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് അന്ത സൈഫും മിൻ സുയൂഫില്ല എന്ന് പറഞ്ഞ് ആ വാള് തിരിച്ചു കൊടുക്കാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്. ആ സമയത്ത് തൻ്റെ ശരീരത്തിൽ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട്. അത് മുഴുക്കയും ഊരി റസൂലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മക്കൾ ഞാൻ കാരണം അനാഥരായവരാണെന്ന് എനിക്കറിയാം. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് ചെലവ് ചെയ്യണം. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഈ മക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ ഖാലിദ് തങ്ങൾക്കും ആ സ്വഭാവ മഹിമ കൊണ്ട് പുറത്തു കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, ആ സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. എല്ലാവരെയും സ്നേഹത്തോടു കൂടി കാണാൻ കഴിയുന്ന ഇക്രിമ വരുന്നുണ്ട് റസൂലിൻ്റെ മുന്നിൽ. പുണ്യ റസൂലിൻ്റെ ഒരു മകളുടെ വഫാത്തിന് കാരണക്കാരൻ അബൂജഹലിൻ്റെ മകൻ ഇക്രിമ വന്നിട്ട് ഇക്രിമ യാ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആ ഇക്രിമയും ചേർത്ത് പിടിച്ചു. ആ സ്വഭാവം കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ പറഞ്ഞില്ലയോ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ കാരുണ്യമുള്ള, ഈ സ്നേഹമുള്ള, എല്ലാവർക്കും സന്തോഷം പകർന്നു നൽകിയ, തൻ്റെ എല്ലാ വിഷമതകളും ഉള്ളിലൊതുക്കി ജീവിച്ച ആ ഹബീബ് റസൂലുള്ളാഹിയെ നമുക്ക് നബിയായി കിട്ടിയെന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം. നമുക്ക് മാത്രമല്ലല്ലോ, റസൂലിൻ്റെ മുന്നിൽ മാൻപേട വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് മുലയൂട്ടേണ്ടവളാണ് ഞാൻ. പക്ഷേ എന്നൊരു വേടൻ പിടികൂടിയിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് അമ്മിഞ്ഞ കൊടുക്കാൻ ജാമ്യം നിൽക്കുമോ എന്നൊരു മാൻപേട ചോദിക്കുമ്പോൾ ആ മാൻപേടയ്ക്ക് ജാമ്യം നിൽക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒട്ടകം വന്ന് പറയുന്നു, നബിയെ, എന്നെ ക്രൂരമായി പണിയെടുപ്പിച്ച് എന്നെ ആക്രമിക്കുന്നുണ്ട് എൻ്റെ യജമാനൻ. അത് പറയുമ്പോൾ ആ ഒട്ടകത്തിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ഒട്ടകത്തിൻ്റെ കൂടെ പോകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭ്രാന്തിയായ പെണ്ണ്, എല്ലാവരും ആക്ഷേപിക്കുന്ന, കല്ലെറിഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു ഭ്രാന്തി പെണ്ണ് വന്നിട്ട്, മുഹമ്മദേ, എൻ്റെ കൂടെ കുറച്ചു നേരം ഒന്ന് നടക്കോ എന്ന് ചോദിക്കുമ്പോൾ ഭ്രാന്തിയായ പെണ്ണിൻ്റെ മനസ്സിന് സന്തോഷം നൽകാൻ അതിൻ്റെ കൂടെ നടക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു പക്ഷി വന്ന് വട്ടമിട്ട് പറക്കുമ്പോൾ സഹാബാക്കളോട് ചോദിക്കുകയാണ്, ഒരു പക്ഷി കരയുന്നത് കണ്ടപ്പോഴത്തേനും മനസ്സ് വേദനിക്കുന്ന റസൂൽ, സഹാബ, എന്തിനാണത് കരയണത്? അതിൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് നബിയെ എന്ന് പറയുമ്പോൾ തിരിച്ചു കൊടുക്ക്, അതൊരു അമ്മയല്ലേ, തള്ളയല്ലേ, മക്കളെ കാണാതെ വേദനിക്കുകയാണ്, തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ്. നടന്നു പോകുന്ന വഴികളിൽ, വൃക്ഷങ്ങളിൽ പച്ചിലകളുണ്ട്, അത് നിങ്ങൾ വെറുതെ പറിക്കരുത്, അതിന് ജീവനുണ്ട്, അതിന് വേദനിക്കുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് സമൃദ്ധമായ പാല് തരുന്ന, ആരോഗ്യ സംരക്ഷണം തരുന്ന മൃഗങ്ങളെ നിങ്ങൾ കറക്കുമ്പോൾ നിങ്ങൾ നഖം മുറിക്കണേ,
അത് കൊണ്ടിട്ട് പോലും അതിൻ്റെ അകിടിന് ഒരു വേദന വരുത്തരുതെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ള. നടന്നു പോകുന്ന വഴിയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് മാറ്റണം, പുറകെ വരുന്നവർക്ക് അതുമൂലം ഒരു വേദന വരരുതെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ള. എന്തൊരു നല്ല സ്വഭാവമാണ്, എന്തൊരു സ്നേഹമാണ്. ഇങ്ങനെ ഒത്തു നിൽക്കാണ് റസൂല്. നമ്മളെ അവിടേക്ക് റസൂല് കൊണ്ടുപോകാണ്. റസൂല് നമ്മൾ അവിടേക്കാണ് കൊണ്ടുപോണത്. നല്ല സ്വഭാവം കൊടുത്തിട്ട് വിശുദ്ധ ദീനിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് നോക്കിക്കേ, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവം പിൻപറ്റേണ്ടവരില്ലേ നമ്മൾ പിൻപറ്റിയില്ലെങ്കിൽ വേറെ ആരാണ് മുത്തിൻ്റെ ആ സ്വഭാവത്തെ പിൻപറ്റാൻ നമ്മുടെ മുന്നിലുണ്ടാകുക? നമ്മൾ നമ്മുടെ യാത്രകളിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവങ്ങളിൽ എല്ലാം ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നേ മതിയാകൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സ്നേഹമാണ് റസൂലിനോടുള്ളത്? ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് മഹബത്ത് കൊണ്ടിരിക്കുകയാണെന്നാണ്. നമുക്ക് മഹബത്ത് ഉണ്ടാകണമെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ വേണ്ടേ? ഒരു പോലീസുകാരൻ പോകുമ്പോൾ നമുക്കറിയാം അത് പോലീസുകാരനാണെന്ന്. കാരണം അയാളിൽ എന്തുണ്ട്? അടയാളുണ്ട്. ഒരുത്തൻ്റെ മുടി വെട്ടിയാൽ നമുക്ക് കാണാം അവൻ ക്രിക്കറ്റിൻ്റെ പ്രേമിയാണോ അതല്ല ഫുട്ബോളിൻ്റെ പ്രേമിയാണോ എന്ന്. ഒരുത്തൻ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടാൽ അറിയാം അവൻ ഏത് രൂപത്തിലുള്ളവനാണെന്ന്. നമ്മളൊക്കെ റസൂലിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ മഹബത്തിൻ്റെ എന്തടയാളാണ് നമ്മളിലുള്ളത്? എന്തടയാളുണ്ട് നമ്മളിൽ? നമ്മൾ വെറുതെ കിടന്നൊച്ചപ്പാടും ബഹളവും എടുക്കുക എന്നല്ലാതെ നമ്മുടെ വീട്ടിൽ അള്ളാഹു നമുക്കൊരു ഇണയെ തന്നിട്ടുണ്ട്, ഇല്ലേ? എന്തിനാണ് ഇണയെ തന്നത്? ആ കൈയങ്ങ് ചേർത്ത് പിടിച്ചാൽ വിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. നിങ്ങളൊരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ഫാത്തിമ മോളോട് റസൂല് പറഞ്ഞാണ്, ഒരു ഭർത്താവ് ഏത് സമയത്താണ് പറഞ്ഞെന്ന് ഓർക്കണം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ കൈയൊക്കെ പൊട്ടിയിട്ട് ഒരു ഭൃത്യയെ ചോദിച്ച്, ഒരു അടിമയെ ചോദിച്ച് മോള് ചെന്നതാണ്. ഒരു യുദ്ധത്തിന് കുറേ അടിമയെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ റസൂൽ വാപ്പ വീട്ടിലില്ല, മോള് തിരിച്ചു പോന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബ് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ മോള് വന്നിരുന്നു, ഇങ്ങനെ ഒരു അടിമയെ ചോദിച്ചിട്ടുണ്ടെന്ന്, കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്, വല്ലാത്ത വേദന പൊന്നുമോൾക്ക് എടുക്കുന്നുണ്ട്, കരളിൻ്റെ കഷ്ണാണ്. ഇതങ്ങ് കേൾക്കുമ്പോഴത്തേനും കാണാൻ ചെല്ലുമ്പോൾ ആ പൊട്ടിയ കൈകൊണ്ട്, രക്തമൊലിക്കുന്ന കൈകൊണ്ട് മാവാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫാത്തിമ മോള്. ആ സമയത്തൊരു കല്ലിൻ്റെ മുകളിൽ റസൂൽ തൊട്ടുചാരയിരുന്ന് ഫാത്തിമ മോളോട് ചോദിച്ചു, മോളെ എന്തിനാണ് വന്നത്? അപ്പോൾ പറഞ്ഞു, വാപ്പച്ചി എൻ്റെ കൈയൊക്കെ കണ്ടോ, പൊട്ടിയിട്ടുണ്ട്, രക്തൊലിക്കുന്നുണ്ട്, എനിക്ക് വല്ലാത്ത വേദന ഉണ്ട്, എനിക്കൊരു അടിമയെ തരുമെന്ന്. അപ്പോൾ പറഞ്ഞു, മോൾക്ക് തരാൻ കഴിയില്ല. എന്നിട്ട് മോളുടെ കൈ മാറ്റി ബിസ്മി ചൊല്ലിയിട്ട് ഒരൊറ്റ കറക്കാണ്. ആ സമയത്ത് ആ കുഴ കിടന്ന് സ്വന്തം കറങ്ങി. എന്നിട്ട് ആ കുഴ സംസാരിക്കുകയാണ്, നബിയെ ഞാൻ എന്നും തനിച്ച് കറങ്ങിക്കോളാം, പക്ഷേ നാളെ സ്വർഗത്തിൽ റസൂലിൻ്റെ കൂടെ എനിക്കൊരു ഇടം തന്നാൽ മതിയെന്ന്. ഈ ഫാത്തിമ മോളും റസൂലുമുള്ള സ്വർഗത്തിൽ ഒരു ഇടം തന്നാൽ മതിയെന്ന് ആ കല്ല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുകയാണ്. ആ കരയുന്ന മകളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞതാണ്, ഒരു ഗ്ലാസ് വെള്ളം ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്താൽ ആ ഭാര്യ അത് കുടിച്ചാൽ ഈമാനോടുകൂടി ഈ ഭർത്താവിന് മരിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വീട്ടിൽ നമുക്ക് സ്വർഗം തരാൻ അള്ളാഹു തന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയതമയോട് എത്ര വട്ടം നമ്മൾ ഈർഷ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ എന്ത് മഹബത്താണ് നമുക്കുള്ളത്? നമുക്ക് കാരുണ്യം ചെയ്യാൻ, നമ്മളോട് കരുണ കാണിക്കാൻ എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു മകൻ ഒരു മകൾ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥന നടത്തിയാൽ, ഒരു പ്രവാചകൻ തൻ്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുമ്പോൾ അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്നത് പോലെ ഇജാബത്ത് കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞ നമ്മുടെ ചെറുമക്കളോട് എത്ര ഈർഷ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വാപ്പച്ചും ഉമ്മച്ചും ഉമ്മാൻ്റെ കാലിൻ്റെ ഇടയിൽ സ്വർഗവും
വാപ്പാ സ്വർഗത്തിൽ കടക്കാനുള്ള കവാടാണ്. വെറുതെ മുഖത്ത് നോക്കിയിരുന്നാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലാണ്. അവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഈസാ അലൈഹിസ്സലാമിനോട് മറിയം ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് ഈസാ നബി ഉമ്മയെ നെഞ്ചകത്തിൽ ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആ ഉമ്മാനെ താഴെക്കെടുത്തി എഴുന്നേറ്റപ്പൊന്ന് വീഴാൻ പോയപ്പോൾ അള്ളാഹു പറഞ്ഞത്, ഈസാ ഇത്ര നാൾ പ്രാർത്ഥിക്കാൻ ഉമ്മയുണ്ടായിരുന്നിട്ടോ എന്നാണ്. ഉമ്മ നമ്മുടെയൊക്കെ സൗഭാഗ്യമാണ്. ആ ഉമ്മയെ നമ്മ എത്ര സ്നേഹിക്കുന്നുണ്ട്. അതല്ലയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട സ്വഭാവം. നമ്മൾ ചെയ്യുന്നത് നമുക്ക് ജോലിപരമായിട്ടുള്ള വിഷമതകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ബോസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചീത്തവിളികളും പ്രഷറും ഒക്കെ കൊണ്ട് വന്നിട്ട് പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നത് പോലെ പൊട്ടിത്തെറിക്കാനുള്ള ഉപകരണങ്ങളാക്കി നമ്മുടെ ഭാര്യയും മക്കളെയും നമ്മൾ മാറ്റുകയാണ്. ഇവിടെ എന്ത് മഹബത്ത് നമുക്കുണ്ട്. നമ്മൾ പലവരും ദീനീ ദഅവത്ത് നടത്തുന്നവരാണിതിൽ അല്ലേ. SSF സംഘടിപ്പിച്ച SSFൻ്റെയും SOS-ൻ്റെയും ഒക്കെ പ്രവർത്തകരാണ് ഇതിൽ പലരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കൂടിയാൽ, ഒരു യോഗം കൂടിയാൽ ഓരോ നിമിഷത്തിനും ഒരു മണിക്കൂറിന് 70 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ പാതിരാക്ക് 11 മണിക്ക് വന്നിട്ട് 2 മണി 3 മണി വരെയൊക്കെ നിങ്ങൾ ഇരിക്കണില്ലേ നിങ്ങളുടെ ഷോപ്പ് അടച്ചിട്ട്? ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ 1 മണിക്കൂറിന് നിങ്ങൾക്ക് 70 വർഷത്തെ പ്രതിഫലം ഉണ്ടെന്ന്. അവിടെ സന്തോഷങ്ങളുണ്ടാകാം, പുഞ്ചിരികളുണ്ടാകാം, കാർക്കശ്യങ്ങളുണ്ടാകാം, ദേഷ്യങ്ങളുണ്ടാകാം, വലിച്ചേറുകളുണ്ടാകാം. വലിച്ചേറൊക്കെ നടന്നിട്ടുണ്ട്. ഒരിക്കൽ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഒരു മീറ്റിങ്ങിന് അധ്യക്ഷനാണ്, ഖലീഫയാണ്, ഇരിക്കുകയാണ്, പലകയിലാണ് എല്ലാം എഴുതുന്നത്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തോ ഒന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഇഷ്ടായില്ല. ആ പലകങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഞാനില്ല, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു മൂലയിൽ ചെന്ന് നിന്നു. ഒരു ഇരുളിൽ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു തൊട്ടു പുറകെ ചെല്ലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പുറകിൽ ചെന്നിട്ട് ഇങ്ങനെ തോണ്ടി, 2 തോണ്ടൽ തോണ്ടിയപ്പോഴത്തേനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉമറേ, ഞാൻ വേറൊരു ചിന്തയിൽ, ഒരു വിഷമത്തിൽ വന്ന് കയറിയതാണ്. പെട്ടെന്ന് ഉമർ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് രണ്ടും കൂടി യോജിപ്പിക്കാൻ പറ്റിയില്ല. അപ്പം ക്ഷോഭം വന്നു പോയതാണ്, പൊറുക്കണം ഉമറേ എന്ന്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഖലീഫയാണ്, അധ്യക്ഷനാണ്, ഞങ്ങൾ ചോദ്യം ചോദിക്കും, നിങ്ങളതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന്. വലിച്ചേറൊക്കെ പണ്ടേ ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത് മാത്രമല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസിൽ കാണാം, ഒരാൾ ഒരു ഇസ്ലാമിക യോഗത്തിൽ പങ്കെടുത്താൽ അള്ളാഹു അവൻ വീട്ടിൽ നിന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടത് മുതൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറപ്പെട്ടത് മുതൽ, നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ ചിലപ്പോൾ നാട്ടിൽ കിടന്നിട്ട് ഉറങ്ങായിരിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, 40 മലക്കുകളെ ആ വീട്ടിലേക്ക് അള്ളാഹു പറഞ്ഞു വിടുമെന്ന്. നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ ഉമ്മയെയും പെൺമക്കളെയും കാക്കാൻ വേണ്ടിയിട്ട്, കാവലായിട്ട് 40 മലക്കുകൾ അള്ളാഹു പറഞ്ഞു വിടും. ആ സമയത്തെങ്ങാനും നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ പെൺമക്കളോ ഒരു ദുആ ചെയ്താൽ ആ മലക്കുകൾ ആമീൻ പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊരു സൗഭാഗ്യമാണെന്ന് നോക്കിയേ. അങ്ങനെ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഭാര്യയോടൊക്കെ ഒന്ന് വിളിച്ച് പറയണേ, നീ ഒന്ന് പ്രാർത്ഥിക്കണം, വേറെ ഒന്നും ചെയ്യണ്ട, എൻ്റെ ഭർത്താവ് പടച്ചവനെ നിൻ്റെ ദീനിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇൻ തൻസുറല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കുമുള്ള, അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. പടച്ചോ നിങ്ങളെ കൈവിടില്ല ഒരിക്കലും. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു നിങ്ങൾ ഒരിക്കലും മാനസികമായി വേദനിപ്പിക്കില്ല, വിഷമിപ്പിക്കില്ല. എത്ര കടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് സന്തോഷമാണ്. എത്ര പ്രയാസങ്ങൾ മുന്നിലുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് സന്തോഷമാണ്. നിങ്ങളുടെ കുടുംബം സന്തോഷമാണ്. അവിടെ സ്നേഹം മല തല്ലുന്നുണ്ട്, ആനന്ദമുണ്ടാകുന്നുണ്ട്. ഇത് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ സ്വർഗം നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചേക്കാണ്. പുറത്തേക്കൊന്നും ഓടേണ്ട കാര്യമില്ല.
ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിൽ സ്വർഗം, വാപ്പ സ്വർഗത്തിൻ്റെ വാതില്. മക്കളെ ഒന്ന് കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നിങ്ങൾക്ക് കിട്ടാണ്. ഭാര്യയോടൊപ്പം ഇരുന്നാൽ എല്ലാത്തിനും, നിങ്ങളുടെ വർത്തമാനത്തിനും പുഞ്ചിരിക്കും, എല്ലാത്തിനും. നിങ്ങൾ ഭാര്യയെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ, ഫാത്തിമ റളിയല്ലാഹുവിനയോട് 10 കാര്യങ്ങളിൽ പറഞ്ഞത് പുഞ്ചിരിച്ചാൽ, അവര് മരിച്ചു കിടക്കുമ്പോൾ പുഞ്ചിരിക്കും മോളെ ഫാത്തിമ എന്നാണ് പറഞ്ഞത്. ഇത്രയും നല്ല സ്വഭാവത്തിൻ്റെ ഗുണങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ ആകണം. ഈ അടുത്ത് ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ത്വാഹ എന്ന കൂട്ടുകാരൻ മരിച്ചു. അവൻ SLCക്ക് പഠിക്കുന്ന കാലത്ത് 15-ാമത്തെ വയസ്സിൽ SSFനെ കുറിച്ച് അറിഞ്ഞതാണ്. 46-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അങ്ങനെ SSFിൽ ചേർന്നു. ആദ്യമായിട്ട് ആ നാട്ടിൽ SSF തുടങ്ങാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ SLC പഠിച്ച് പാസ്സായി. അന്നു മുതൽ അവിടെ ദഅവത്ത് നടത്തി, ഒരുപാട് മുതഅല്ലിമുകളുണ്ടാക്കി. SSFും SYSും കേരള മുസ്ലിം ജമാഅത്തൊക്കെ ഈ താഹയാണ് ഉണ്ടാക്കിയത്. 1500-ൽ പരം വീടുകളുള്ള ആ മഹല്ല് സുന്നത്ത് ജമാഅത്തിൻ്റെ മഹല്ലാക്കി മാറ്റി. 46-ാമത്തെ വയസ്സിൽ SYSൻ്റെ സോണിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അള്ളാഹു ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ കൊടുത്ത്. ഒരു 4 വയസ്സുള്ളൊരു മകളുണ്ട്, 10 വയസ്സുള്ളൊരു മകനുണ്ട്, ഭാര്യയുണ്ട്. 2 വർഷക്കാലം ചികിത്സിച്ച് അവസാനം രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ താഹയോട് കൂട്ടുകാർ ചോദിച്ചു, താഹ നിനക്കെന്താഗ്രഹമാണുള്ളതെന്നു. അപ്പോൾ പറഞ്ഞത്, എനിക്ക് AP ഉസ്താദ് മന്ദിരിച്ച വെള്ളം കുടിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന്. പ്രവർത്തകർ പോയി AP ഉസ്താദ് മന്ദിരിച്ച വെള്ളവും സുലൈമാൻ ഉസ്താദ് മന്ദിരിച്ച വെള്ളവും, അള്ളാഹു 2 പേർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ വെള്ളം താഹയുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ താഹ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ എന്ന് തുടങ്ങുന്ന ഖുർആനിക ആയത്തായ ദിക്ർ ഇങ്ങനെ ചൊല്ലാണ്. കൂടെ നിൽക്കുന്നവരോടും ചെല്ലാൻ പറഞ്ഞവരൊക്കെ ചൊല്ലി ആ വെള്ളം കുടിച്ച്. പിറ്റേ ദിവസം പ്രവർത്തകർ ചെന്നു. ഭാര്യ തൊട്ടടുത്തുണ്ട്. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനി 2 ദിവസം കൂടി താഹ ജീവിച്ചിരിക്കുള്ളൂ. 2 ദിവസം. 2 മക്കളെ ചേർത്ത് ഭാര്യ പിടിച്ചു നിൽക്കാണ്. ആ സമയത്ത് ഈ മക്കളെ പിടിച്ചു നിന്ന് ഭാര്യ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞപ്പോൾ താഹ പറഞ്ഞത്, കരയരുത്, ഈമാനുള്ള പെണ്ണ് കരയില്ല. ഞാൻ സ്വർഗത്തിലാണ്, കാരണം ഞാൻ SYSകാരനാണ്. ഞാൻ സ്വർഗത്തിലാണ്, ഈമാനുള്ള പെണ്ണ് കരയരുതെന്നു. നമുക്കാർക്കെങ്കിലും ഈ സമയത്ത് പറയാൻ കഴിയുമോ നമ്മളിപ്പം മരിച്ചാൽ ഈമാനോടുകൂടി മരിക്കാൻ പറ്റുമെന്ന്? നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ റസൂൽ അൽ കൗസർ എന്ന ഹൗദിലെ വെള്ളമായിട്ട് വരും. അപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഉണ്ട്. അവനോട് പറയും, മാറിക്കട, ഇതെൻ്റെ ഉമ്മത്തിയാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ തലയെടുത്ത് മടിയിൽ വെച്ച് ആ വെള്ളമൊഴിച്ച് തന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തന്നത് ഏറ്റു ചൊല്ലിയിട്ട് ആ മുഖത്ത് പുഞ്ചിരിയോട് നോക്കി മരിക്കാൻ നമുക്ക് സാധ്യമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ വമൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ ആ ഖബർ പിളർന്നിട്ട് മദീനത്ത് നിന്ന് ആ നൂറ് നമ്മുടെ ഖബറിൽ വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ആ ഉറപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണയുള്ളവരായിരുന്നു, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരായിരുന്നു, എല്ലാവരോടും സേവനം ചെയ്യുന്നവരായിരുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിപ്പിച്ചതിൽ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ 3 വിഭാഗത്തെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണെന്ന്. അപ്പോൾ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം മൻ ഫറജ അൻ മക്റൂബി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ വേദനകളെ മാറ്റിക്കൊടുക്കുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ശൈഖുന ഇബ്നു ഉസ്താദ്, നമുക്കൊക്കെ അറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറഞ്ഞ ദിവസങ്ങളിൽ ഉസ്താദ് ചെറിയൊരു വിശ്രമത്തിൽ ഏർപ്പെട്ടത്. ഹോസ്പിറ്റലിൽ ഉസ്താദ് കിടക്കാണ്. ഡോക്ടർമാർ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഉസ്താദ് സംസാരിക്കുന്നില്ല.
ഉസ്താദിൻ്റെ കഴുത്തിൻ്റെ കീഴ്ഭാഗത്തൊരു ദ്വാരമുണ്ടാക്കി. ആ ദ്വാരത്തിലൂടെ ഉസ്താദിന് എല്ലാം കൊടുക്കുകയാണ്. അതിനൊരു അടപ്പിട്ടിട്ടുണ്ട്. ആ അടപ്പ് മാറ്റിയാൽ ഉസ്താദിന് സംസാരിക്കാം, പക്ഷെ സംസാരിക്കുന്നില്ല. പലവർക്കും ഈ രോഗം വരുന്നത്, ചിലവർക്ക് ചിരിക്കുന്ന ഞരമ്പിന് വരും, പിന്നെ അവർ ചിരിച്ചുകൊണ്ടിരിക്കും. ചിലവർക്ക് കരയുന്ന ഞരമ്പിന് വരും, അവർ കരഞ്ഞുകൊണ്ടിരിക്കും. ഉസ്താദിന് വന്നത് ഓർമ്മയുടെ ഞരമ്പിനാണ്. ഡോക്ടർമാർ വിധി എഴുതി ഇനി ഉസ്താദ് തിരിച്ചു വരില്ലെന്നു. അവർ യോഗം കൂടാണ്. അവസാനം അവർ ഒരു തീരുമാനമെടുത്തു, ഉസ്താദിൻ്റെ പെൺമക്കളെയും പെൺമക്കളായ പേരക്കുട്ടികളെയും കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച കൊണ്ടുവന്നു. അവരെ ചുറ്റുഭാഗവും നിർത്തിയിട്ട് ഡോക്ടർ വന്നിട്ട് ആ അടപ്പൂരിയിട്ട് പറഞ്ഞു, വാപ്പയെ വെല്ലിപ്പയെ വിളിക്കാൻ. ആ പെൺമക്കൾ കണ്ണീരോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ, തങ്ങളുടെ പ്രിയപ്പെട്ട വെല്ലിപ്പയെ വിളിക്കാണ്. ആ വെള്ളിയാഴ്ചയുടെ ആ സുപ്രഭാതത്തിൽ പക്ഷേ ഉസ്താദ് കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട്, ഒരക്ഷരം മിണ്ടണില്ല. ഡോക്ടർമാർ പറഞ്ഞു, ഇനി വരില്ല, തിരിച്ചു വരില്ല, മക്കൾ പൊയ്ക്കോയെന്ന്. അവസാനത്തെ വിളി വാപ്പയെ വിളിക്കുമ്പോൾ ആദ്യമായി ചുണ്ട് ചലിപ്പിച്ചിട്ട് 80 കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞത്, എനിക്ക് സാന്ത്വനം ചെയ്യണം, അതിനെനിക്ക് കുറേ പണം വേണം. എനിക്ക് ദർസ് നടത്തണം, അതിനെൻ്റെ രോഗം മാറണം. എനിക്ക് മദീനത്ത് പോകണം, അതിന് ആഫിയത്തുണ്ടാകണം. ഇതാവർത്തിച്ച് പറയാണ്. എനിക്ക് സാന്ത്വനം നടത്തണം, അതിന് കുറേ പണം വേണം. എനിക്ക് ദർസ് നടത്തണം, അതിനെൻ്റെ രോഗം മാറണം. എനിക്ക് മദീനത്ത് പോകണം, അതിന് ആഫിയത്തുണ്ടാകണം. കണ്ണീരോടുകൂടി ഉസ്താദ് അടപ്പിട്ടിട്ട് പറഞ്ഞു, മക്കളെ തിരിച്ചു പോയിക്കോ, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് തിരിച്ചു വന്നെന്ന്. അത്രയും ദിവസം കണ്ണു തുറന്നിട്ടൊരു മനുഷ്യനോട് പോലും സംസാരിക്കാതെ കിടന്ന ഉസ്താദിൻ്റെ ആദ്യത്തെ വചനം പറഞ്ഞത് ഹബീബിന് ഏറ്റവും ഇഷ്ടമുള്ള സാന്ത്വനം ചെയ്യണമെന്നാണ്. ഇൽമ് അത് പകർന്നു കൊടുക്കണമെന്നാണ്. അതുപോലെ തന്നെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഹബീബിൻ്റെ ചാരെ ഇനിയും എത്തിച്ചേരണമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു നേതൃത്വത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാലിൽ നീര് വന്നിരിക്കുകയാണ്. ഉസ്താദിൻ്റെ കാലിൽ നീര് വന്നപ്പോൾ ഡോക്ടറെ വെച്ചിട്ട് ഡോക്ടർ ഒരു ബ്ലേഡ് കൊണ്ട് കാലിങ്ങനെ വരിഞ്ഞിട്ട്, 2 ഡോക്ടർമാരുണ്ട്, ഒരാളൊരു ട്യൂബ് കയറ്റിയിട്ട് നീര് വലിച്ചെടുക്കുകയാണ്. കാരണം കാല് താഴെ വെക്കാൻ പറ്റണില്ല. അപ്പോൾ ഒരു മരുമകൻ സഖാഫി ഉസ്താദ് കടന്നു ചെന്നു. ഇത് കണ്ടപ്പോൾ ചോദിച്ചു, ഉസ്താദേ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? അപ്പോൾ പറഞ്ഞു, കാല് താഴെ വെക്കാൻ പറ്റണില്ല, വല്ലാത്ത വേദന ഉണ്ടെന്ന്. അപ്പോൾ ചോദിച്ചു, 2 ദിവസം വിശ്രമിച്ചൂടെ? ഈ പച്ചയ്ക്ക് ഇങ്ങനെ കീറിയിട്ട് അവിടെ നിന്ന് നീര് വലിച്ചെടുക്കണം. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വലിച്ചെടുത്താൽ കുറച്ച് സമാധാനം കിട്ടും. മോനെ, ഇന്നെനിക്ക് തൃശ്ശൂർ ജില്ലയിലെ വടക്കേക്കാട് പരിപാടിയുണ്ട്, അതിനെനിക്ക് പോകണം. അപ്പോൾ പറഞ്ഞു, പകരം ഒരാളെ പറഞ്ഞു വിട്ടാൽ പോരേന്ന്. അപ്പോൾ മറുപടി പറഞ്ഞത്, മോനെ ഇത് ദഅവത്തല്ലേ, നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് ഈ ദഅവത്തിൽ നിന്ന് ഞാനൊരു വേദന പറഞ്ഞ് മാറി നിന്നതിൻ്റെ പേരിൽ എൻ്റെ മുഖത്ത് നോക്കാതിരിക്കൂലേന്ന്. നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യം, പടച്ചവൻ നൽകിയ ചിന്ത, ആയുസ്, നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ മുന്നിൽ എന്തുണ്ടെന്ന്. ഈ കൊറോണ കഴിഞ്ഞ ഉടനെ ഉംറ തുടങ്ങിയപ്പോൾ ഭാര്യയും കൊണ്ട്, അഥവാ 85 കഴിഞ്ഞ ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് എന്തായാലും 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ നമ്മുടെ ഉമ്മയ്ക്ക്. ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വല്ലാത്ത സന്തോഷം. അപ്പോൾ മക്കൾ ചോദിച്ചു, എന്താണ് ഉമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം എന്ന്? അപ്പോൾ പറഞ്ഞത്, കുറേ നാളുകൾക്ക് ശേഷം ഉസ്താദിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയെന്നു. നമ്മുടെ നാട്ടിലൊരു വെല്ലിയും ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ എന്തായിരിക്കും? പുറത്തു പോലും ഇറങ്ങൂലല്ലോ. ഇപ്പോഴും ആദ്യം വന്നത് നിങ്ങളുടെ ബാംഗ്ലൂർക്കാണ്. അങ്ങനൊരു സൗഭാഗ്യം കിട്ടിയവരാണ് നിങ്ങളല്ലേ. ഉസ്താദിൻ്റെ ഈ വിഷമതകൾക്ക് ശേഷം പുറത്തേക്ക് വന്നത് ബാംഗ്ലൂരിൽ SSFന് വേണ്ടിയിട്ടാണ്. ആ ഒരു സന്തോഷം കിട്ടിയവരാണ് നിങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വന്നത്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കരുണ ഹബീബായ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് സഹാബത്തിന്. എല്ലാ വേദനകളിലും. ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂല് മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹയുടെ കരച്ചിൽ കേൾക്കാണ്. അപ്പോൾ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ ആ മക്കൾക്ക് അമ്മിഞ്ഞ കൊടുക്കാൻ. തിരിച്ച് പള്ളിയിലേക്ക് എത്തിയിട്ടും കരച്ചിൽ കേട്ടപ്പോൾ പള്ളിയിൽ നിന്ന് ധൃതിയിൽ ഇറങ്ങി
ഫാത്തിമ ബീവിയുടെ വീടിൻ്റെ മുന്നിൽ വന്ന് സലാം ചൊല്ലിയിട്ട് ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, ഫാത്തിമ, നിന്റെ മനസ്സിൽ നിന്ന് അല്ലാഹു കരുണയെടുത്ത് കളഞ്ഞോ ആ മക്കൾക്ക് അമ്മിഞ്ഞു കൊടുക്കാൻ? മറുപടി കിട്ടാതെ വരുമ്പോൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ 2 കാലുകളും കുത്തിവെച്ചതിൽ കൈകൊണ്ട് കെട്ടിപ്പിടിച്ച് മുഖം അതിലേക്ക് അമർത്തിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയാണ്. ഹബീബിൻ്റെ കരളാണ്. ഓടിച്ചെന്നടുത്തിരുന്നിട്ട് ചോദിച്ചു, ഫാത്തിമ മോൾ എന്തേ കരയണത്? വല്ല അസുഖമുണ്ടോ എൻ്റെ ഫാത്തിമ മോൾക്ക്? എന്തിനാ കരയണേന്ന്? അപ്പോൾ പറഞ്ഞു, വാപ്പച്ചി, അസുഖമൊന്നുമില്ല എനിക്ക്. ഞാൻ 7 ദിവസം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് അമ്മിഞ്ഞ കൊടുക്കാഞ്ഞിട്ടല്ല, എൻ്റെ മനസ്സിൽ കരുണയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ അമ്മിഞ്ഞ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് പാലിന് പകരം രക്തമാണ് എൻ്റെ മാറിൽ നിന്ന് വരുന്നതെന്ന് കണ്ണീരോടെ മകൾ പറയുമ്പോൾ ആ മകളെ ചേർത്ത് പിടിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് റസൂലിൻ്റെ അടുക്കൽ ഒരു യാചകം വരുന്നുണ്ട്. പള്ളിയിലേക്ക് തിരിച്ചു പോയി കരഞ്ഞിരിക്കുന്ന റസൂലിൻ്റെ മുന്നിൽ മഹാനായ ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലേ, ഓരോ സ്ഥലങ്ങളിലും ഒന്ന് പോയി നോക്കുമോ, എൻ്റെ ഭാര്യമാരുടെ വീട്ടിൽ എന്തെങ്കിലും കിട്ടുമെന്ന്. എല്ലാവരുടെ വീട്ടിലും പോയി വന്നിട്ട് പറഞ്ഞു, നബിയേ, അവിടെ ഒന്നുമില്ല. അപ്പം പറഞ്ഞു, എൻ്റെ ഫാത്തിമ മോളുടെ അടുക്കൽ പോ. ഏത് ഫാത്തിമ മോള്? മക്കൾക്ക് ഭക്ഷണമില്ലാതെ അമ്മിഞ്ഞ കൊടുത്തിട്ട് രക്തത്തുള്ളികൾ വന്നിട്ട് അത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞിരിക്കുന്ന മകളുടെ അടുക്കലേക്ക് വീണ്ടും ഒരാളെ വിടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് ചെന്നിട്ട് ബിലാൽ തങ്ങൾ പറഞ്ഞു, മുത്ത് റസൂലിൻ്റെ മുന്നിൽ ഒരു യാചകം വന്നിട്ടുണ്ട്, കൊടുക്കാനൊന്നുമില്ല, ഫാത്തിമ മോൾ എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞ് വിട്ടതാണെന്ന്. അപ്പം നോക്കുമ്പോൾ ഹസ്സൻ തങ്ങളുടെ കയ്യിൽ ചെറിയൊരു വള കിടക്കുന്നുണ്ട്. ആ വള ഊരണം, പക്ഷേ മകൻ സമ്മതിക്കണില്ല. ആ മകനെ തോളിലേറ്റിയിട്ട് തൊട്ടപ്പുറത്തെ ഈത്തപ്പന തോട്ടത്തിൽ ചെന്നിട്ട് ഒരു ഈത്തപ്പന ഇങ്ങ് പറിച്ചിട്ട് അതിൻ്റെ ഓല പറിച്ചിട്ട് അതുകൊണ്ട് വളയുണ്ടാക്കിയിട്ട് പാട്ടുപാടി മറുകരത്തിലേക്ക് ആ ഓലയുടെ വളയിട്ട് കൊടുത്തിട്ട് ഈ വള അറിയാതെ ഊരിയെടുത്തിട്ട് ആ യാചകന് വേണ്ടിയിട്ട് ബിലാൽ തങ്ങളുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി കൊടുക്കുന്നുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറച്ചു മുമ്പ് നിങ്ങൾ ചർച്ച ചെയ്തതാണ്. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏതോ ഒരു ഉമ്മാമാൻ്റെ മലം പച്ചയായ കൈകൊണ്ട് കോരിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഉമ്മാമ പറയും, മോനെ, കിടന്നിട്ട് നടുപ്പുറം വേദനിക്കണമെന്ന് പറയുമ്പോൾ കുളിപ്പിച്ച് നല്ല വസ്ത്രം മണിയിച്ചു കൊടുത്തിട്ട് ആ ഉമ്മാമയെ തോളിലിട്ടിട്ട് ആ വീടിന് ചുറ്റുഭാഗത്തും പാട്ടുകൾ പാടി കൊണ്ട് നടന്ന് തമാശകൾ പറയുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാണാം. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് 4 വയസ്സുള്ളൊരു പെൺകുട്ടി ഓടി വരാണ്, എനിക്ക് സിദ്ദീഖുൽ അക്ബറിനെ കാണണമെന്ന് പറഞ്ഞിട്ട്. സഹാബാക്കൾ പറഞ്ഞു, മോളെ, കാണാൻ പറ്റില്ല, ഖിലാഫത്ത് ഏറ്റെടുക്കാണ്, ഈ സമയത്ത് കാണാൻ പറ്റില്ലെന്ന്. അവരെ തട്ടിമാറ്റി എൻ്റെ സിദ്ദീഖിനെ കാണാൻ നിങ്ങളുടെ അനുമതി വേണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് സിദ്ദീഖ് തങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ആ കുഞ്ഞിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ചോദിച്ചു, മോൾ എന്തിന് വന്നതാണ്? അപ്പോൾ പറഞ്ഞു, സിദ്ദീഖേ, എൻ്റെ വീട്ടിൽ നാളൊട്ടകത്തെ കറക്കാൻ വേണ്ടി വരില്ലേ എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വരുമെന്ന്. അപ്പോഴാണ് സഹാബാക്കൾ അറിയുന്നത്, എല്ലാ ദിവസവും പാവപ്പെട്ടവരുടെ വീട്ടിൽ ചെന്ന് ഒട്ടകത്തെ കറന്നു കൊടുത്തിട്ട് ആ പാല് കൊണ്ടുപോയി അങ്ങാടിയിൽ വിൽപ്പന നടത്തിയിട്ട് ആ പണം കൊണ്ടുവന്ന് പാവങ്ങൾക്ക് കൊടുക്കാണ്, സൗജന്യ സേവനം ചെയ്യാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സഹാബാക്കൾ അത്ഭുതപ്പെട്ടു പോയി. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറയാണ്, ഖലീഫയാണെങ്കിലും നാളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒട്ടകത്തെ കറക്കാൻ സിദ്ദീഖുൽ അക്ബർ വരുമെന്നോ. ഇത് പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിന്ന് ഈ കുട്ടി തിരിച്ചു നടന്നിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, സിദ്ദീഖേ, നാളെ വന്നില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാകും ടോന്ന്, ഞങ്ങൾക്ക് പട്ടിണിയാകുമെന്ന്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും തിരിച്ചു നടന്നു ചെന്നിട്ട് ആ 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ കവിളിലൊന്ന് പിച്ചുകിട്ട് പറഞ്ഞു, കുഞ്ഞോളുടെ വീട്ടിൽ സിദ്ദീഖുൽ അക്ബർ വരുമെന്ന്. അതായിരുന്നു റസൂലിൻ്റെ സ്വഭാവം പകർത്തിയ പ്രിയങ്കരരായ സഹാബത്ത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാക്ക് നടന്നു പോകുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുമ്പോൾ ആ വീട്ടിലേക്ക് ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നതെന്ന്. ആ സമയത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു ഒരു ഉമ്മ. ആ ഉമ്മ പറഞ്ഞു, നബിയാണെന്നറിയില്ല, ഉമർ ഇബ്നുൽ ഖത്താബാണെന്നറിയില്ല, അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ പട്ടിണിയിലാണ്,
എൻ്റെ മക്കൾ പട്ടിണിയിലാണ്, അനാഥരാണ്, ദാരിദ്ര്യത്തിലാണ്. വിശന്ന് അവർ കരഞ്ഞപ്പോൾ ഞാൻ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കി അവരെന്തെങ്കിലും കിട്ടുമെന്ന് കരുതി കരഞ്ഞവർ ഉറങ്ങിപ്പോയതാണെന്ന്. ഇത് കേട്ടപ്പോൾ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് ആ പാതിരാത്രി ഓടിച്ചെന്നിട്ട് കുറച്ച് മാവും നെയ്യും ചപ്പാത്തി ചുടുന്ന ചപ്പാത്തി കല്ലും എടുക്കുമ്പോൾ പ്രിയതമ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവനോട്, എവിടേക്ക് പോകാണ്? സ്വർഗം വാങ്ങാൻ പോകാണെന്ന് മറുപടി. ഉടനെ ചോദിക്കുകയാണ്, ഞാനും വരട്ടെയോ സ്വർഗം വാങ്ങാനെന്ന്? കൂടെ വരാൻ പറഞ്ഞിട്ട് ആ മാവും നെയ്യും പ്രിയപ്പെട്ടവളുടെ കയ്യിൽ കൊടുത്തിട്ട് ചപ്പാത്തിക്കല്ല് ഒരു കരം കൊണ്ട് പിടിച്ച് മറുകരം കൊണ്ട് തൻ്റെ ഇണയെ ചേർത്ത് പിടിച്ചിട്ട് ആ പാതിരാരാവിൽ ഇരുളിലൂടെ നടക്കുന്നുണ്ട് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ വീട്ടിൽ ചെന്നു. ഉമർ തങ്ങൾ ഖലീഫ മാവ് കുഴച്ചിട്ട് ചപ്പാത്തിയാക്കി കൊടുക്കുമ്പോൾ ഭാര്യ അത് ചുട്ടിട്ട് അവർക്ക് കൊടുക്കാണ്. അവരുടെ വയറ് നിറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഉമ്മ, 2 കാര്യം എനിക്ക് പറയാനുണ്ട്. 1, ഇതാരോടും പറയരുത്. 2, ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് പുറത്തു കിട്ടാൻ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഇത് പറഞ്ഞങ്ങ് പോകുമ്പോൾ, ഭാര്യയും കൂട്ടി പോകുമ്പോൾ സുബൈർ റളിയല്ലാഹു ഇത് കണ്ടു നിന്ന് കരയാണ്. ആ സമയത്ത് കണ്ണീരോടുകൂടി ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, മോനെ, നമ്മുടെ ഖലീഫ ഉമർ ഈ പാതിരാവിലെ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഈ സേവനം ചെയ്തു പോയ ആളും ഭാര്യയും ആരാണെന്ന് ചോദിക്കുമ്പോൾ കണ്ണീരോട് സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമ്മ, ആ പോയതാണ് നമ്മുടെ പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവർ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെ നമ്മളൊന്ന് കണ്ടു നോക്കുക, നമ്മളൊന്ന് പകർത്താൻ നോക്കുക. ആ ഖലീഫ പാതിരാവിലെ നടന്നിട്ട് തലയിൽ വെള്ളം ചുമന്നിട്ട് അനാഥകളും വിധവകളുമായവരുടെ വീട്ടിലേക്ക് അടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നു കൊണ്ടുവന്ന് കൊടുത്തിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹിന്റെ സ്വഭാവം പകർന്നെടുത്തതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ചരിത്രങ്ങളിൽ നോക്കിയാൽ നമുക്കെത്ര പറയാനുണ്ട്. എത്രയോ നമുക്ക് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. ആ സമയത്തൊരു ദിവസം ഉച്ച നേരത്ത് വീട്ടിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ, മുത്ത് റസൂലിൻ്റെ മകള്, ഭക്ഷണം വെച്ചു കൊടുത്തു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടുചാരയിരുന്നിട്ട് പറഞ്ഞ, അലിയെ, എനിക്ക് ഈത്തപ്പഴം കഴിക്കാൻ പൂതിയുണ്ടെന്ന്. ഒരു ഗർഭിണിയുടെ പൂതിയാണ്. ഉടനെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആ ഉച്ച നേരത്ത് അങ്ങാടിയിലേക്ക് ഓടാണ്. അങ്ങാടിയിൽ ചെന്ന് നോക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ല വാങ്ങാൻ. ഓരോ ഈത്തപ്പഴത്തിൻ്റെയും വില ചോദിക്കുന്നുണ്ട്. അവസാനം തൻ്റെ അരപ്പട്ട വിറ്റിട്ട് ഈത്തപ്പഴം വാങ്ങി വരുന്നു മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. വരുമ്പോഴാണ് ഒരു യാചകം ചോദിക്കുന്നത്, റസൂലിൻ്റെ മരുമകനെ, എന്തെങ്കിലും എനിക്ക് തരൂ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടെന്ന്. ഒന്നും നോക്കിയാൽ അതെടുത്ത് കൊടുത്തു. അയാൾ കഴിക്കുന്നതും നോക്കി നിന്ന് അവസാനം കയ്യിൽ ഈത്തപ്പഴമില്ലാതെ വീട്ടിലേക്ക് നടക്കുമ്പോൾ കാല് പുറകിലേക്ക് വലിക്കുന്നുണ്ട്. കാരണം മുത്ത് റസൂലിൻ്റെ മകളുടെ ഒരാഗ്രഹത്തിന് വാങ്ങിയതാണ്. ഇനി ഞാനെന്ത് എൻ്റെ ഫാത്തിമയ്ക്ക് കൊടുക്കുന്നു? വീട്ടിൽ പുറത്ത് വെയിലത്ത് ആ നിറവയറുമായിട്ട് തൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ഈത്തപ്പഴവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലിയാർ തങ്ങൾ നടന്നു വരുമ്പോൾ കയ്യിൽ നോക്കിയപ്പോഴൊന്നുമില്ല. വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വീണ്ടും ഭക്ഷണം വെച്ചു കൊടുത്തു. ഭക്ഷണം കഴിച്ചു. പാത്രങ്ങൾ എടുത്തു വെക്കുമ്പോൾ അലിയാർ തങ്ങൾ പോയി ഒരു ഭാഗത്ത് കിടന്നു. പാത്രമൊക്കെ കഴുകണുണ്ട്. ആ സമയത്ത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വിളിച്ച് പറഞ്ഞു, ഫാത്തിമ, ഞാൻ ഈത്തപ്പഴം വാങ്ങിയതാണ്, പക്ഷേ വരുന്ന വഴിയിൽ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. അത് കൊടുക്കാൻ കാരണം റസൂലിൻ്റെ മരുമകനെ എന്നാണ് എന്നെ വിളിച്ചത്, അപ്പം ഞാൻ കൊടുത്തുപോയി എന്ന്. അപ്പോൾ ഫാത്തിമുമ്മ കരഞ്ഞു. അലിയാർ തങ്ങളുടെ മുഖമായി പാത്രമൊക്കെ ഒതുക്കി വെച്ച് വന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുമ്പോൾ അലിയാർ തങ്ങൾ തൻ്റെ കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഫാത്തിമ, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ, വെറുപ്പുണ്ടോ? ഒരുപാട് രാജകുമാരന്മാർ നിന്നെ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ അവർക്കാർക്കും കൊടുക്കാതെ ഈ കൂലിപ്പണിക്കാരനായ അലിയിന് തന്നിട്ട് ഒരീത്തപ്പഴം പോലും വാങ്ങിത്തരാൻ കഴിവില്ലാത്തവനായ അലിയെ കുറിച്ച് ആലോചിച്ചിട്ടാണോ ഫാത്തിമ നീ കരയണേന്ന്? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചേർത്ത് പിടിച്ചിട്ട് തൻ്റെ പ്രിയതമനൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞ, അലിയെ, ഞാൻ അതുകൊണ്ട് കരഞ്ഞതല്ല, സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണെന്ന്.
എൻ്റെ പ്രിയപ്പെട്ടവർ, ആ സേവനം, ആ സാന്ത്വനം, ആ കാരുണ്യം, അതാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത്. എല്ലാവരും ഒത്തുചേർന്നിട്ട് 21ാമത്തെ ദിവസത്തിൽ അനുഭവം മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് കുഴിക്കുമ്പോൾ കിട്ടുന്നത് കാലുകളാണ്, കൈകളാണ്, ജീർണിച്ചു പോയ എല്ലിൻ്റെ കഷ്ണങ്ങളാണ്. ഗർഭപാത്രം പോലും അവിടെ നിന്ന് കിട്ടാണ്. പിഞ്ചുമക്കളെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കാണ്. അതാണ് നമ്മൾ കണ്ടത്. കോട്ടയത്ത് ഉരുൾ പൊട്ടിയിട്ട് ആദ്യം അവിടെ സേവനത്തിനെത്തിയത് ഈ SYSൻ്റെ കോഴിക്കോടിൻ്റെയും തൃശ്ശൂരിൻ്റെയും 50 അംഗ ടീമുകൾ അവിടെ എത്താണ്. മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്, ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ആ സമയത്ത് വടം കയറ് കെട്ടിയിട്ട് ബദരീങ്ങളെ തവസ്സുല് ബൈത്ത് ചൊല്ലിയിട്ട് എല്ലാ യന്ത്രസാമഗ്രികളും ഇറക്കാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ 50 അംഗ SYSൻ്റെ ടീം ഇറങ്ങാണ്. കാലുവെക്കുമ്പോൾ താഴ്ന്നു പോകുന്നുണ്ട്. കൂട്ടുകാരൻ കൈകൾ കോർത്ത് പൊക്കിയെടുക്കുന്നുണ്ട്. അവസാനം കൈക്കോട്ടുകൾ കൊണ്ട് മാന്തിയിട്ട് നോക്കുന്ന സമയത്ത് കിട്ടിയത് 4 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ മയ്യത്താണ്. അത് പൊക്കിയെടുത്തു SYSൻ്റെ സാന്ത്വനം ടീം. തൊട്ടപ്പുറത്ത് മാന്തിയപ്പോഴൊരു 5 വയസ്സുകാരനെ കിട്ടി. പിന്നെയും കിട്ടി ഒരു 3 വയസ്സുകാരനെ. പിന്നൊരു വാപ്പയെയും ഉമ്മയെയും, ആങ്ങളെയും പെങ്ങളുമാണ്. വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ്. ഉരുള് പൊട്ടിയിട്ട് അതിൻ്റെ അടിയിൽ പെട്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ കാരുണ്യമാണ് 4000 ചില്ലാനം കേരളത്തിലെ യൂണിറ്റുകളിൽ സാന്ത്വന കേന്ദ്രങ്ങൾ എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സ്വഭാവം ഉൾക്കൊണ്ടതിൻ്റെ പേരിലാണ് 100 ചില്ലാനം ആംബുലൻസുകൾ കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങുമിങ്ങും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാന്ത്വനം എന്ന പേരിൽ 5 മെഡിക്കൽ കോളേജുകളിൽ വളണ്ടിയർമാർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തളർന്നു കിടക്കുന്ന രോഗിയുടെ മൂത്രവും മലവും വരെ കോരിയെടുക്കുന്നത് മുത്ത് റസൂലിൻ്റെ ഈ സ്വഭാവം ഉൾക്കൊണ്ടതിൻ്റെ പേരിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇബ്നു ബുക്കൈൽ എന്ന് പറയുന്നൊരു സ്വഹാബിയുണ്ട്. റസൂലിന് 2 കാലുകളും തളർന്നുപോയി, ഒരു കൈയില്ലാത്ത സ്വഹാബി. സഹാബത്തിലെ വികലാംഗനാണ് ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു അൻഹു. ചില സമയങ്ങളിൽ മദീനത്തെ പള്ളിയിൽ എത്താറില്ല, കാരണം ആ ചരലിലൂടെ നീന്താൻ കഴിയില്ല. അങ്ങനെ ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീടിൻ്റെ മുന്നിലിരിക്കുമ്പോൾ സഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. വിളിച്ചു ചോദിച്ചു, സഹാബ നിങ്ങൾ എന്താണ് ഓടണേന്ന്? അപ്പോൾ പറഞ്ഞു, അള്ളാൻ്റെ റസൂല് പറഞ്ഞു, പാവങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മരിക്കണ നേരത്ത് സ്വർഗം കണ്ട് മരിക്കാന്നോ? ഇത് കേട്ടപ്പോൾ ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഞാനും മരിക്കുമ്പോൾ സ്വർഗം കണ്ട് മരിക്കേണ്ടേന്നോ? വീടിൻ്റെ ഉള്ളിലേക്ക് നീന്തി നോക്കി, ഒന്നുമില്ല. ഒന്നും കാണാതെ വന്നപ്പോൾ തൊട്ടപ്പുറത്ത് ജൂതനായ അയൽവാസിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ജോലി തരുമോ എന്ന്. അപ്പോൾ ചോദിച്ചു, കയ്യും കാലുമില്ലാത്ത നിനക്ക് എന്ത് ജോലി തരാനാണ്? ഞാൻ തോട്ടം നനക്കാം, ഒരു തോട്ടം നനച്ചാൽ ഒരു സ്വർണ്ണ നാണയം എനിക്ക് തരണമെന്ന് സമ്മതിച്ചു. ബക്കറ്റ് എടുത്തു, ആ കിണറിൻ്റെ പരിസരത്ത് ചെന്നു, ബക്കറ്റ് അങ്ങോട്ട് ഇറക്കി, തൻ്റെ ഒരു കൈകൊണ്ട് വലത് കൈകൊണ്ട് വലിക്കും, പല്ലുകൊണ്ട് കടിച്ചു പിടിക്കും, വീണ്ടും വലിക്കും. ബക്കറ്റ് മുകളിലെത്തിയാൽ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് മറ്റൊരു ബക്കറ്റിലേക്ക് വെള്ളമൊഴിച്ചിട്ട് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് ഈത്തപ്പനം മരങ്ങൾ നനക്കാണോ. കുറേ സമയം കഴിഞ്ഞ് ജൂതം വന്ന് നോക്കുമ്പോൾ ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. നോക്കുമ്പോൾ ചോരത്തുള്ളികളാണ്. ചോരത്തുള്ളികൾ നോക്കി നോക്കി പോകുമ്പോൾ ഒരു ഈത്തപ്പന മരത്തിൻ്റെ കീഴെ ബോധമില്ലാതെ കിടക്കാണ് നമ്മുടെ കാക്ക. നാളെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട നമ്മുടെ പ്രിയപ്പെട്ട കാക്ക ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു അൻഹു, മുത്ത് റസൂലിൻ്റെ വികലാംഗനായ സ്വഹാബി, ബോധമില്ലാതെ കിടക്കാണ്. ഈ ജൂതൻ ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്ന് തെളിച്ച് ബോധം വരുമ്പോൾ വായിൽ നിന്ന് രക്തം വരുന്നുണ്ട്, ശരീരത്തിൽ നിന്ന് രക്തം ഒലിക്കുന്നുണ്ട്. വല്ലാത്ത ഈ രംഗം കണ്ടിട്ട് ചോദിച്ച്, എന്തിനാണ് നീ ഇത് ചെയ്തത്? നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരില്ലേ? അപ്പം പറഞ്ഞു, എൻ്റെ റസൂല് പറഞ്ഞു, മരിക്കണ നേരത്ത് സ്വർഗം കണ്ട് മരിക്കാൻ പാവങ്ങളെ സഹായിക്കണമെന്ന്. അപ്പം എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ചത് ഞാൻ കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഞാൻ 3 മരം നനച്ചിട്ടുണ്ട്, 3 സ്വർണ്ണ നാണയം തരുമെന്ന്. അത് വാങ്ങിയിട്ട് തൻ്റെ മടിക്കുത്തിൽ വെച്ചിട്ട് നേരെ നീന്താണ് റസൂലിൻ്റെ ഹലറത്തിലേക്ക്. ആ നീന്തുന്ന സമയത്ത് ചരൽ കല്ലുകളും അതുപോലെ തന്നെ കുറ്റികളുമൊക്കെ കാലുകളിൽ കൊള്ളുമ്പോഴും വല്ലാത്ത വേദന ഉണ്ട്. ആ വെയിലത്ത് നീന്തുമ്പോഴും അങ്ങ് ദൂരെ നിന്ന് റസൂല് കാണാണ് ഇബ്നു ബുക്കൈൽ വരുന്നത്. വളരെ പുഞ്ചിരിച്ചിട്ടാണ്. കാരണം എൻ്റെ റസൂലിനത് കൊടുത്തിട്ട് മരിക്കുമ്പോൾ സ്വർഗം കാണാൻ കഴിയുമെന്നുള്ള ആ ഉറപ്പ് വാങ്ങണം.
അതിനുവേണ്ടി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റസൂൽ പറഞ്ഞു, സഹാബ, നമ്മുടെ ഇബ്നു ബുക്കയിൽ വരുന്നുണ്ട്, ആരോ ആക്രമിച്ചിട്ടുണ്ട്, ആരോ ക്രൂരത കാണിച്ചിട്ടുണ്ട്, രക്തത്തിൽ കുളിച്ചിട്ടാണ് വരുന്നതെന്ന്. പക്ഷേ അവിടെ നിന്ന് നീന്തി നീന്തി വരുമ്പോൾ റസൂലും സഹാബാക്കളും മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. നീട്ടി സലാം ചൊല്ലി റസൂലും സഹാബത്തും സലാം മടക്കി. മുത്ത് റസൂൽ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇബ്നു ബുക്കയിൽ, ആരാണ് നിന്നെ ആക്രമിച്ചത്? എന്താണ് നിനക്ക് പറ്റിയത്? അപ്പോൾ പറഞ്ഞു, നബിയെ, എന്നെ ആരും ആക്രമിച്ചിട്ടില്ലട്ടോ, എന്നോട് ആരും ക്രൂരത കാണിച്ചിട്ടില്ല. ഞാനിങ്ങനെ ജോലിക്ക് പോയതാണ്. അപ്പം ഞാൻ കയറിങ്ങനെ കടിച്ചു പിടിക്കുമ്പോൾ ചിലപ്പോൾ കയറ് വിട്ടുപോകും. അങ്ങനെ കയറ് കൊണ്ടിട്ട് എൻ്റെ നാവും എൻ്റെ ചുണ്ടുമൊക്കെ പൊട്ടിയിട്ടാണ് വായിൽ നിന്ന് രക്തം വരുന്നത്. പിന്നെ ഞാൻ നീന്തുമ്പോൾ എനിക്ക് കൈയും കാലും ഇല്ലല്ലോ നബിയെ. അപ്പം ഞാൻ നീന്തുമ്പോൾ കുറ്റിക്കഷ്ണങ്ങൾ, മരക്കുറ്റിയുടെയും കല്ലിൻ്റെയും കഷ്ണങ്ങൾ എൻ്റെ കാലിൽ കയറും. അപ്പം തളർന്ന കാലിൽ കയറുമ്പോൾ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മലർന്ന് കിടന്നിട്ട് ചാടും. അപ്പം എൻ്റെ നടുപ്പുറത്തും അത് കയറും. അങ്ങനെ പൊട്ടിയിട്ടാണ് നബിയെ രക്തം വരുന്നത്. തൻ്റെ മടിക്കുത്തിൽ നിന്ന് ആ 3 സ്വർണ്ണ നാണയം എടുത്ത് റസൂലുള്ളാഹിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, നബിയെ, ഇത് പാവങ്ങൾക്കുള്ളതാണ്, എൻ്റെ വിഹിതാണ്. എനിക്ക് മരിക്കുമ്പോൾ സ്വർഗം കണ്ട് മരിക്കാൻ പറ്റുമെന്ന്. അപ്പം ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നാളെ മുഹമ്മദ് റസൂലുള്ള ഏത് സ്വർഗത്തിലാണോ ഉള്ളത്, ആ സ്വർഗത്തിൽ എൻ്റെ ഇബ്നു ബുക്കൈലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഭാവമുണ്ടെങ്കിൽ, സാന്ത്വന സേവന ജീവകാരുണ്യ പ്രവർത്തനം നമ്മളിലുണ്ടെങ്കിൽ നമുക്കും നാളെ മുത്ത് റസൂലുള്ള സ്വർഗം കിട്ടുമെന്ന് ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വെച്ചിട്ട് ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. മാത്രമല്ല, ഒരിക്കലൊരു സഹാബി നടന്നു വരുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, നബിയെ, ആ സഹാബിയെ ഞങ്ങൾക്കറിയാം, എല്ലാ മലക്കൾക്കറിയാം, ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നുണ്ട്. റസൂൽ ചോദിച്ചു, എന്തിനാണ് ആ സഹാബിക്ക് പ്രാർത്ഥന നടത്തുന്നത്? അപ്പോൾ പറഞ്ഞു, അതൊരു സാന്ത്വന പ്രവർത്തകനാണ്, ഒരു ഉമ്മുമ്മാനെ കുളിപ്പിച്ചിട്ട് വരാണ് നബിയെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ആ സ്വഭാവം ഉൾക്കൊണ്ടവരാകണം. അതാകണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അങ്ങനെ മുന്നിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് വിശുദ്ധ റബീഅ നമ്മൾ സ്നേഹത്തോടെ നമ്മൾ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ റബീഅനെ നമ്മുടെ മനസ്സുകളിലേക്ക് സാംശീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത്. ഞാൻ 2 സ്വഭാവം പറഞ്ഞുള്ളൂ. ഒന്ന്, നല്ല സ്വഭാവം. നമ്മുടെ വീട്ടിൽ ഭാര്യയോട്, മക്കളോട്, ഉമ്മയോട്, ബാപ്പയോട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, എല്ലാവരോടും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകുക. അതുപോലെ നമ്മുടെ സമ്പത്തിൽ നിന്ന് നമുക്ക് കഴിയുന്ന രൂപങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയായതിൻ്റെ പേരിൽ, അവിടുത്തെ ദീനിനെ ദഅവത്ത് നടത്തുന്നവരായതിൻ്റെ പേരിൽ സാന്ത്വന സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. അല്ലാഹുവേ, ഞങ്ങളുടെ ഇരുത്തം നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ നിൻ്റെ ഹബീബിനെ പറഞ്ഞവരാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയും കേട്ടവരുമാണ്. ഞങ്ങൾക്ക് മനസ്സിൽ വല്ലാത്ത പൂതിയുണ്ട്. ഉമ്മത്തി എന്ന് വിളിച്ച ആ പൊന്നുമുത്തിനെ ഞങ്ങൾക്ക് മനാമിലും യഖലത്തിലും കാണാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, അതിനു വേണ്ടി എന്തൊക്കെയാണോ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത്, ആ നല്ല സ്വഭാവങ്ങൾ, നല്ല സുന്നത്തുകൾ, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ നൽകണേ റഹ്മാനെ. സുന്നത്തിനത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നൊരു സ്വഭാവം ഞങ്ങൾക്ക് നീ നൽകരുത് തമ്പുരാനെ. പടച്ചവനെ, അവിടുത്തെ ഷഫാഅത്ത് നൽകണേ അല്ലാ. അവിടുത്തെ കൈകൊണ്ട് അൽ കൗസർ എന്ന ഹൗലിലെ വെള്ളം നൽകണേ അല്ലാ. അവിടുത്തെ ലിവാഇൻ്റെ കീഴെ അണിചേർക്കണേ അല്ലാ. അവിടത്തോടൊപ്പം സ്വർഗത്തിൽ കടത്തണേ അല്ലാ. പടച്ചവനെ, അവിടുത്തെ തൃക്കല്യാണത്തിൽ ഞങ്ങളെ പങ്കുകൊള്ളിക്കണേ അല്ലാ. അവിടുത്തെ തിരുറൗളയിൽ ചെന്നൊരു സലാത്തും സലാമും ചെല്ലാനും, അത് ചെല്ലുമ്പോൾ ആ പൊന്നും മടക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ആ ഹബീബ് ഞങ്ങളുടെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് രക്ഷയായി നീ നൽകണേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.